പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാൻ നല്ലൊരു തൊഴിൽ മേഖല നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. ഞാനൊരു 8 മാസത്തോളം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. ആദ്യം ഹന്ന റോസിൻ്റെ പേരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഇടയ്ക്ക് നടക്കുന്ന നല്ല കാര്യങ്ങൾ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, പോസിറ്റീവായി നമ്മുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോയ്ക്കകത്തോടെ വന്ന് പറയുവാണെങ്കിൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും നെഗറ്റീവ് പറയാനും ട്രോളാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മുടെ ഇടയ്ക്ക് നടക്കുന്ന നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഒന്ന് സമൂഹത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് 10 പേരോട് സംസാരിക്കാനോ ഉള്ള ആൾക്കാരുടെ എണ്ണം കുറയുവാണിപ്പം. കുറയുവാന്നല്ല, ഒരാളില്ല. എനിക്ക് തന്നെ ഈ മീഡിയ ചെയ്യുമ്പം വരുന്ന അവസരങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ടീച്ചറാണ്. പക്ഷേ ഞാൻ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. ഫുൾ ടൈമായിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് ഒരുപാട് വർക്കുണ്ട്. അത് പ്രൊമോഷൻ വർക്കായിട്ടാണ്, ക്ലാസ് എടുക്കാനായിരിക്കാം, പോകാനായിരിക്കാം. ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പം നമുക്ക് തലവേദന പിടിക്കുന്ന പോലെയാണ് സാധ്യതകൾ വരുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുവാണ്, ഓരോ ജില്ലയിലും ഒരു 10-50 പേരിങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാലും ഇതിലൂടെ ആദ്യം സംഭവിക്കുന്ന മാറ്റം നമുക്ക്. കാരണം നമ്മൾ കാര്യങ്ങളെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടും ഭാവിയെ കണ്ട് നമുക്ക് ചിന്തിക്കാനും, അതിലൂടെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ലൈറ്റ് നമ്മുടെ ഹൃദയത്തിൽ വരും. നമ്മൾ നല്ലത് പറയുമ്പം ഒരുപാട് നല്ലത് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യപ്പെടും. ഇത് നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്താനിടയാവും. അപ്പോൾ ഞാൻ പറയുവാണ്, കുറച്ചെങ്കിലും സമയമുള്ള അധ്യാപകരായിരിക്കാം, നിങ്ങൾ കൂലിപ്പണിക്കാരായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, സ്റ്റുഡൻ്റ് ആയിരിക്കാം, ആരും ആയിക്കോട്ടെ, നമ്മുടെ ഇടയ്ക്ക് നടക്കുന്ന നല്ല കാര്യങ്ങൾ ചുമ്മാ ഒരു വീഡിയോ രൂപത്തിലാക്കി ഒന്ന് പറയാൻ പറ്റുമോ? അത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒന്നിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കുറേ അമ്മമാർ വീട്ടിലുകളിങ്ങനെ ഇരിപ്പുണ്ട്. നമുക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റും. ആദ്യം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എനിക്കറിയത്തില്ലായിരുന്നു. ട്രാവൽ ചെയ്യാൻ കാരണമായി, വീഡിയോ ചെയ്യാൻ കാരണമായി. അതുപോലെ നമ്മൾ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ പറഞ്ഞൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റേതായിട്ടുള്ളൊരു ബഹുമാനം കിട്ടും. ഓരോ സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടെ, അപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ചിരിക്കുന്നത് പണ്ടൊക്കെ ഒരുമാതിരി ആക്കി ചിരിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ ഞാൻ ഓർക്കുകയാണ്, എന്നെ സന്തോഷത്തിലെന്നൊരു ഒരാൾ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നത്. അപ്പം നമ്മൾ അറിയാത്ത ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ലോകം തന്നെ ഉണ്ട്. അതോടൊപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം FB ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയും കൂടെയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഈ കോലമൊന്നും കെട്ടണ്ടെന്നേ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ആരുടെയും പുറകെ ഒന്നും പോകണ്ട. നമ്മുടെ ചുറ്റും കാണുന്ന നല്ല കാര്യങ്ങൾ നല്ല രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യാം. ഞാൻ ചിന്തിക്കുകയാണ്, അതിനുവേണ്ടി ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് ഓൺലൈനായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്താലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുമായിട്ടുള്ള ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കൂടെ ഒന്ന് പോകണമെന്ന് കാര്യമായിട്ട് ചിന്തിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.